ആന്ധ്രാപ്രദേശിൽ ബുൾഡോസർ രാജ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ഭരണകൂടം ഇത്രയധികം ആവേശം കാണിക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഒരു പേര് മായ്ച്ചു കളയാനാണോ ഈ ബുൾഡോസറുകൾ ഇരമ്പിയെത്തുന്നത്? അപ്പോൾ പിന്നെ ആരായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് അലി ജൗഹർ? ഓക്സ്ഫോർഡിൽ നിന്ന് പഠിച്ചിറങ്ങി ലണ്ടനിലെ ആഡംബരങ്ങൾ വേണ്ടെന്ന് വെച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ഒരാൾ. സ്വന്തം പേന കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച വിപ്ലവകാരി. ജ്യേഷ്ഠൻ ഷൗക്കത്ത് അലിയോടൊപ്പം ചേർന്ന് അലി സഹോദരന്മാർ എന്ന പേരിൽ ഇവർ ഇന്ത്യയെ ഇളക്കിമറിച്ചു. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ബഹിഷ്കരിച്ച് ഇന്ത്യക്കാർക്ക് സ്വന്തമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്ന് പറഞ്ഞ് 1920 ഇദ്ദേഹം സ്ഥാപിച്ചതാണ് ഇന്നത്തെ ഡൽഹിയിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ. മഹാത്മാഗാന്ധിയുമായി കൈകോർത്ത് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അധ്യക്ഷനായ അപൂർവ വ്യക്തിത്വം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി നിരന്തരം ജയിലിലടയ്ക്കപ്പെട്ടു. ഒടുവിൽ 1930 ശരീരത്തെ രോഗങ്ങൾ തളർത്തിയപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും അദ്ദേഹം ലണ്ടനിലേക്ക് വണ്ടി കയറി. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ മുഖത്തു നോക്കി അദ്ദേഹം അലറി, എനിക്ക് എൻ്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ എന്നെ അടക്കം ചെയ്യാൻ 6 അടി മണ്ണ് തരൂ. അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകളിലുള്ള ഒരു രാജ്യത്തേക്ക് ഞാൻ ഇനി ജീവനോടെ തിരികെ വരില്ല. നോക്കൂ, സ്വന്തം ജീവിതവും ജീവനും കൊടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഒരു വീരനായകന്റെ പേരാണ് ഈ യൂണിവേഴ്സിറ്റിക്കുള്ളത്. കെട്ടിടങ്ങൾ പൊളിക്കാൻ ബുൾഡോസറുകൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ കൊത്തിവെച്ച ഈ പേരും മറ്റനേകം പേരുകളും പൊളിച്ചു മാറ്റാൻ ഇവർക്ക് എങ്ങനെ കഴിയും?